നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പത്താമിടത്തിലേക്ക്. ജനുവരി 5 മുതൽ ജനുവരി 11 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ ആഴ്ചയിൽ മാറ്റങ്ങളൊന്നുമില്ല. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം മേടക്കൂറ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം സാമ്പത്തികമായിട്ട് പെട്ടെന്നൊരു കുതിപ്പുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു ഭാഗ്യ നറുക്കെടുപ്പിൻ്റെ റിസൾട്ടാവാം. അതല്ലെങ്കിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്തു നിന്ന് വളരെ പെട്ടെന്ന് പണം വരുന്നതാകാം. അനുകൂലമായ ചില സാമ്പത്തിക ഇടപാടുകൾക്ക് അനുമതി ലഭിക്കുന്നതാകാം. അതുമല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ചിലരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവഴിക്കാൻ ഇവരെ ഏൽപ്പിക്കുന്നതാകാം. എന്തായാലും കുറച്ച് പണം ഇവരിലേക്ക് വരുന്നു. അത് തൽക്കാലം ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിട്ടാണ് ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ഉച്ചയ്ക്ക് ശേഷമായിട്ട് പ്രത്യേകിച്ച് കാണുന്നത്. തൊട്ടടുത്ത ദിവസം ഈ പണം ചിലവഴിക്കപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം ചിലവ് വർദ്ധിച്ചിരിക്കുന്നു. 5-ാം തീയതി ഉച്ച കഴിഞ്ഞ് കിട്ടുന്ന പണം പിന്നീട് അങ്ങോട്ട് ചിലവഴിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും 6ഉം 7ഉം ഒക്കെ. 7-ാം തീയതി സന്ധ്യ വരെയും ഒരു അടിച്ചുപൊളിയുടെ ദിവസമായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പണം വളരെയധികം ചിലവഴിക്കപ്പെടേണ്ട ചില സംഭവങ്ങളിൽ ചെന്ന് പെടാമെന്ന് കാണുന്നു. അതും അത്ര മോശമുള്ള, നഷ്ടപ്പെട്ടു പോകുന്ന, അനാമത്തായി ഇനി കിട്ടില്ല എന്ന് പറഞ്ഞ് കളയുന്ന ഒരവസ്ഥയിലല്ല. മറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്രദമുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കപ്പെടാനായി കുറച്ച് പണം കിട്ടുകയും അത് ചിലവഴിക്കുകയും ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം, അതായത് 7, 8, 9 ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ചൊവ്വാഴ്ച തൊട്ട് ഇവർക്ക് വളരെ കർമ്മോത്സുകനായി മാറുന്നു. അതായത് കർമ്മത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്നു. ഏറ്റവും ശക്തമായിട്ട് തങ്ങളുടെ തൊഴിൽ മേഖലയിലേക്ക് തിരിച്ചു വരുന്നു. ആലസ്യമെല്ലാം മാറി, ചെറിയ വിഷമങ്ങളൊക്കെ മാറി വളരെ സന്തോഷത്തോടു കൂടി തങ്ങളുടെ കർമ്മ മേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ പ്രവർത്തന മേഖലയിൽ നേട്ടം, സാമ്പത്തിക ഗുണം, യാത്ര കൊണ്ട് ഗുണം, ശാരീരികമായി ഗുണം, മനസ്സിന് സന്തോഷം ഒക്കെ ചൊവ്വാഴ്ച തൊട്ട് ഇവർക്ക് അങ്ങോട്ടുണ്ടാകും. അതുകൊണ്ട് ദോഷമില്ല. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. പ്രത്യേകിച്ച് വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ ഏറ്റവും വേണ്ടപ്പെട്ട ചിലരെ വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുതർക്കമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. വാഹനം സൂക്ഷിച്ച് ഓടിക്കുക. സൗന്ദര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ ആണ് ഇത് കൂടുതൽ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ ബ്യൂട്ടി പാർലറോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വസ്ത്രാലയമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ വാക്കുതർക്കമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5-ാം തീയതി ഉച്ചവരെ നല്ലതാണ്. ശേഷം 7 സന്ധ്യ കഴിഞ്ഞ് 8, 9 രാത്രി വരെയും ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ ഭാഗം, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ഏകദേശം പകുതി വരെയും ഇവർക്ക് ഗുണമാണ്. പകുതിക്ക് ശേഷവും അവസാന ദിവസങ്ങളും വളരെ ഗുണമായിട്ട് കാണുന്നു. ഇടയ്ക്കുള്ള ഒരു 2 ദിവസം, ചൊവ്വ ബുധൻ ദിവസങ്ങൾ, വ്യാഴാഴ്ച ഉച്ചവരെയും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ കാണുന്നുണ്ട്. ഇടയ്ക്കുള്ള, അതായത് ചൊവ്വ ബുധൻ, ചിലപ്പോൾ വ്യാഴം ഉച്ചവരെ. ബാക്കി ദിവസങ്ങൾ പൊതുവെ 5-നും 11-നും ഇടയ്ക്കുള്ള ദിവസങ്ങളിലുള്ള 7 ദിവസങ്ങളിൽ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രവർത്തന രംഗത്ത് വളരെ ഗുണം കാണുന്നു. തങ്ങളുടെ ജോലി മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ നന്നായി പ്രവർത്തിക്കുന്നതിൻ്റെയും ഇഫക്റ്റീവായി പ്രവർത്തിക്കുന്നതിൻ്റെയും പരിണത ഫലമായി മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കുന്നു. സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. മനസ്സിന് സന്തോഷവും വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ നേടാനുള്ള ഒരവസ്ഥ, അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടാകുന്നു. ചില വിജയങ്ങൾ നേടുന്നു. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് വിജയമുണ്ടാകുന്നു. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ജോലി സംബന്ധമായ കാര്യത്തിൽ നേട്ടമോ ഗുണമോ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് സന്തോഷത്തിൻ്റെ വർത്തമാനം കേൾക്കുന്നു. യാത്ര ഗുണകരമാകുന്നു. വിദേശത്ത് പഠനത്തിനോ ജോലിക്കോ വേണ്ടി ശ്രമിക്കുന്നവർക്കും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരം എന്ന് വിശേഷിപ്പിക്കാം. പൊതുവെ നല്ലതാണ്. ഇടയ്ക്കുള്ള ഒരു ചൊവ്വ ബുധൻ വ്യാഴം ഉച്ചവരെ ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊരു അധിക ചെലവിൻ്റെ അവസ്ഥ കൂടി കാണുന്നു. ശാരീരികമായിട്ട് ചെറിയ ചില പ്രശ്നങ്ങൾ, ജലദോഷ സംബന്ധമായോ അല്ലെങ്കിൽ അലർജി സംബന്ധമായോ അസുഖമുണ്ടാകാം. ശ്വാസകോശ സംബന്ധമായ അസുഖമുണ്ടാകാം. അത് ഒന്നുമല്ലെങ്കിൽ നീർവീക്കത്തിൻ്റെയോ നീർദോഷത്തിൻ്റെയോ ഒക്കെ അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു.
അകാലമായി ഒരു കാരണവുമില്ലാതെ അകാരണമായി മനസ്സ് വിഷമിക്കാനുള്ള ഒരു അവസ്ഥ കൂടി കാണുന്നുണ്ട് ഈ 2-3 ദിവസങ്ങൾ. അല്ലാതെ ഇതൊക്കെ ഒഴിച്ചാൽ പൊതുവെ ഗുണകരമാണ് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7 സന്ധ്യ വരെയും നല്ലതാണ്. പിന്നെ 9-ാം തീയതി രാത്രിക്ക് ശേഷം 10, 11 ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 10-ൽ സഞ്ചരിക്കുന്ന രാഹുവിൻ്റെയും അതുപോലെ തന്നെ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെയും ഒക്കെ ഗുണം, അത് ചൊവ്വ പ്രത്യേകിച്ചും 11ാം ഭാവാധിപൻ 2-ൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ധനപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ പെട്ടെന്ന് ഗുണം കിട്ടുന്നുവെന്നാണ്. അത് ഒരു പ്രവർത്തനം നടത്തിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തു കഴിഞ്ഞ് അതിനുള്ള പണവുമായി ബന്ധപ്പെട്ട് പ്രതിഫലവുമായി ബന്ധപ്പെട്ട് അധികം സംസാരിക്കേണ്ടിയൊന്നും വരുന്നില്ല. പെട്ടെന്ന് തന്നെ പണം ഇവരിലേക്ക് വരുന്നു എന്നതായിട്ടാണ് കാണുന്നത്. പിതാവിന് ശാരീരികമായ അവശത ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഉണ്ടാകാമെന്ന് കാണുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ചില പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങൾ അതെല്ലാം അനുകൂലമായി വരുന്നു. ഒന്നുകിൽ വിചാരിച്ചതിൽ ഏറെ ഇരട്ടിയായി അതിൽ നിന്ന് വിജയമുണ്ടാകുന്നു, അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസത്തിലുണ്ടാകുന്ന മാറ്റം പിന്നീടുള്ള 4-5 ദിവസങ്ങൾ പരിഹരിക്കുമെന്നാണ് കാണുന്നത്. അവസാന ദിവസങ്ങളിൽ ചില നഷ്ടമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദിവസക്കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായിട്ടുള്ള ഒരു അധിക ചെലവ് കാണുന്നു. അല്ലാത്തവർക്ക് മാനസികമായ വിഷമമുണ്ടാകാം. ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ സ്ത്രീ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അതല്ലെങ്കിൽ മകളോ സഹോദരിയോ അമ്മയോ ഇവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള യാത്രയൊക്കെ വളരെ സൂക്ഷിക്കുക. അപകട സാധ്യതകൾ കാണുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതുകൊണ്ട് അത്തരം അവസ്ഥകൾ ഉണ്ടാക്കാതിരിക്കുക. സാമ്പത്തികമായിട്ട് നഷ്ടമൊന്നും കാണുന്നില്ല. തുടക്ക ദിവസത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. യാത്ര അനുകൂലമായി വരുന്നു ആദ്യത്തെ ദിവസം ഒഴിച്ചാൽ. അതുകൊണ്ട് പൊതുവെ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. പിതാവിന് രോഗാവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർക്കും പ്രത്യേകിച്ച് വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ദോഷമുണ്ടാകാനുള്ള സാധ്യത, സ്കിൻ സംബന്ധമായി അലർജിയോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയും ചെയ്യാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5 ഉച്ച കഴിഞ്ഞ് 6, 7, 8, 9 രാത്രി വരെയും ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമശനി, അതുപോലെ 9-ൽ രാഹു, 3-ൽ സഞ്ചരിക്കുന്ന കേതു. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിലെ കേതു മാത്രമാണ് അല്പം ഗുണമായിട്ട് നിൽക്കുന്നത്. പാപഗ്രഹങ്ങളിൽ ശുഭഗ്രഹങ്ങളിൽ വ്യാഴം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ കുറേ നാളായി പറയുന്നതുകൊണ്ട് പലർക്കും ഇത് കാണാപ്പാടമായിരിക്കും. എന്നാലും അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷാവസ്ഥയാണ് നാം പ്രധാനമായി എടുക്കേണ്ടത്. കാരണം ദുഷ്ടഭാവങ്ങളിൽ 8 ഏറ്റവും മോശം. മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 8 കൊണ്ട് ചിന്തിക്കണം. സർവകാര്യ തടസ്സവും. അവിടെ ഏറ്റവും ദുഷ്ടനായ ഒരു പാപഗ്രഹം ശനി നിൽക്കുന്നു. ശനി സഹായിച്ചാൽ വളരെ നല്ലതാണ്. മെനക്കെട്ട് നിന്നാൽ, ഇടം തിരിഞ്ഞു നിന്നാൽ ഏറ്റവും മോശവുമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ശനി പോയി 8-ൽ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണെന്നൊരു നേരിയ ആശ്വാസം മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിൽ ദോഷമാണ്. കാര്യതടസ്സം, രോഗാതുരത, മരണത്തിനെ മുഖാമുഖം കാണൽ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ അവസ്ഥകളുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ 11-ലെ വ്യാഴം സാമ്പത്തികമായിട്ട് ഇവരെ ഗുണത്തിന് സഹായിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ തുടക്ക ദിവസം അല്പം മോശമാണ്. തുടക്ക ദിവസങ്ങൾ, അതായത് ഒരു 3 ദിവസത്തോളം നല്ലതാണ്, 3 ദിവസത്തോളം മോശമാണ്. തുടക്ക ദിവസവും തൊട്ടടുത്ത് വരുന്ന 2 ദിവസങ്ങളും അത്ര നല്ലതല്ല കർക്കിടകക്കൂറിനെ സംബന്ധിച്ച്. ശേഷം വരുന്ന ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ പകുതിക്ക് ശേഷം വളരെ ഗുണമായിട്ടാണ് കാണുന്നത്. 5ഉം 11, 5 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ പകുതിക്ക് ശേഷം കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. പ്രവർത്തന രംഗത്ത് വിജയം, സാമ്പത്തിക നേട്ടം, യാത്ര കൊണ്ട് ഗുണം, ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന സംരംഭങ്ങളിൽ ഗുണം, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പൊതുവെ ഗുണകരമായ അവസ്ഥയാണ് ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 7-ാം തീയതി സന്ധ്യയ്ക്ക് ശേഷം 8, 9, 10, 11 ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, അതുപോലെ തന്നെ 12-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ, ഇത് ആണ് പ്രധാനമായിട്ടും എടുക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഇപ്പോൾ ശുക്രൻ സഞ്ചരിക്കുന്നത് 7-ലാണ്. ശുക്രൻ സഞ്ചരിക്കുന്നത് 7-ൽ ദാമ്പത്യത്തിന് പ്രശ്നമാണ്. അതുപോലെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധനും 10-ൽ സഞ്ചരിക്കുന്ന വ്യാഴവുമാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്നത്. 12-ലെ ചൊവ്വയും അത്ര നല്ലതല്ല. 7-ൽ സഞ്ചരിക്കുന്ന ശുക്രനും
ദാമ്പത്യകാര്യം ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങൾക്ക് ശുക്രൻ ഗുണമാണ്. അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക, 7-ൽ ശനിയുമുണ്ട്. 7-ൽ ശനിയും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നു. അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നു. 2-ൽ കേതു നിൽക്കുന്നു. ഈ ചിങ്ങക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക്, അതായത് ചിങ്ങക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് വളരെ സൂക്ഷിക്കണം അവർ. കാരണം പ്രശ്നങ്ങളുണ്ട്. ദശയോ അപഹാരമോ ഛിദ്രമോ നല്ലതാണെങ്കിലും ഗ്രഹനിലയിൽ ശനിക്കോ ശുക്രനോ പ്രത്യേകമായ ബലമുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ വരണമെന്നില്ല. എന്നാൽ അല്ലാത്തവർക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നിരവധി പേർ വിളിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് കട്ടായം പറയുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ദാമ്പത്യകാര്യങ്ങളിൽ പ്രത്യേകിച്ചും. ദാമ്പത്യം മാത്രമല്ല, 7-ാം ഭാവം കൊണ്ട് വിദേശരാജ്യം, അതുപോലെ തന്നെ വിദേശത്തേക്കുള്ള യാത്ര, കാര്യനിവൃത്തി സ്ഥാനങ്ങളൊക്കെയും ചിന്തിച്ചിടണം 7 കൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ കർമ്മരംഗം ചിന്തിക്കണം. കാരണം 10-ാം ഭാവത്തിൻ്റെ ഏകദേശം 10 ഈ 7 പറയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജോലിയുടെ കാര്യവും ചിന്തിക്കണം. സർവ്വവിധ ആരോഗ്യ നടത്തിപ്പും അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതിനൊക്കെ തടസ്സം വരാം. കൂട്ടു ബിസിനസ്സിന് തടസ്സം വരാം. ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിൽ സഹപ്രവർത്തകരുമായിട്ട് എന്തെങ്കിലും വാക്കുതർക്കമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഒന്നിനും പ്രത്യേകിച്ച് കാരണമുണ്ടാവണമെന്നില്ല. അകാരണമായ ഭയം, ആശങ്ക, ആവശ്യമില്ലാത്ത ചിന്തകൾ, ഇതെല്ലാം കടന്നുകൂടി വികലമായൊരു മാനസികാവസ്ഥയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. 5-ൽ സഞ്ചരിക്കുന്ന ബുധനാണ് അല്പമെങ്കിലും നേർബുദ്ധി ഇവർക്കിപ്പോൾ സമ്മാനിക്കുന്നത്. അത് 2-ഉം 11-ഉം 5-ൽ പോയി നിൽക്കുന്നതിനാൽ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ദോഷമില്ല. വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം, സമ്പത്ത് നേടുന്ന കാര്യത്തിലും ഭാഗ്യമുണ്ട്. ബന്ധങ്ങൾ സൂക്ഷിക്കുക. സ്വകാര്യതയും അതുപോലെ തന്നെ മറ്റു പലതുമൊക്കെ നഷ്ടപ്പെടാം. സ്വാർത്ഥ മോഹം കൊണ്ടുണ്ടാകാവുന്ന ചില ദേഷ്യമുള്ള വാക്കുകൾ പലപ്പോഴും ഏറ്റവും വേണ്ടപ്പെട്ട ആളെയൊക്കെ വെറുപ്പിക്കാം. പല കാരണങ്ങൾ കൊണ്ടാകാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നാലും ബന്ധങ്ങളിൽ അങ്ങനെ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5 നല്ല ദിവസമാണ്. 5-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 5-ാം തീയതി ഉച്ച വരെ നല്ലതാണ്. അതിനുശേഷം ഗുണമുള്ളത് 9-ാം തീയതി രാത്രി കഴിഞ്ഞ് 10, 11 തീയതികൾ നല്ലതാണ്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5 ഉച്ച വരെ നല്ലതാണ്. അതിനുശേഷം 9-ാം തീയതി രാത്രി കഴിഞ്ഞ് 10, 11 നല്ലതാണ്. ശേഷം കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, പിന്നെ അത്തം നക്ഷത്രം, അതുപോലെ തന്നെ ചിത്രയുടെ ആദ്യ പകുതി. 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ശനിയും, 7-ൽ സഞ്ചരിക്കുന്ന രാഹു, ജന്മത്തിലേക്ക് കേതു, 11-ാം ഭാവത്തിലെ ചൊവ്വ. വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് വലിയ ദോഷങ്ങളില്ല. അവിടെ ചടുലമായി ഇടപെടാനും ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കാനും കൃത്യമായി ചെയ്ത ജോലിക്ക് പണം ചോദിച്ചു വാങ്ങാനും അല്ലെങ്കിൽ അത് ലഭിക്കാനുമുള്ള ഭാഗ്യം ഇവർക്കിപ്പോൾ ഉണ്ട്. പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലതയും അങ്ങേയറ്റത്തെ കാര്യക്ഷമതയും കൃത്യതയും ഇപ്പോൾ ഇവർ പരിപാലിക്കും എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതുപോലെ തന്നെ 9-ലെ വ്യാഴം അതിനുവേണ്ട സർവ്വ ഈശ്വരാനുഗ്രഹങ്ങളും ഇവർക്ക് നൽകുന്നു. പൊതുവെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സുഹൃതം അല്ലെങ്കിൽ ഈശ്വരാധീനം ഇവർക്കിപ്പോൾ ഉണ്ട്. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, 4-ാം ഭാവത്തിലെ ബുധൻ കുടുംബത്തിൽ മാന്യതയും സൗകുമാര്യതയും സൗമ്യതയും ഒക്കെ പുലർത്തുമെങ്കിലും ഇണയുമായി ചേർന്ന് അത്ര നല്ല രീതിയിൽ പോകുന്നതായി കാണുന്നില്ല. പ്രത്യേകിച്ച് ദാമ്പത്യകാരകനായ ശുക്രൻ 6-ൽ ശനിയോടൊത്താണ് സഞ്ചരിക്കുന്നത്. ശനി 6-ൽ സഞ്ചരിക്കുന്നത് മുടങ്ങിക്കിടന്ന കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും കലഹത്തിന് അറുതി വരുത്തുകയും കടബാധ്യതയിൽ നിന്ന് മോചനവും ഈവൻ ഉദര രോഗത്തിൽ നിന്ന് മുക്തി വരെ വരുത്തും. പക്ഷേ ശുക്രൻ അവിടെ പോയി നിൽക്കുമ്പോൾ ശുക്രനെ മാത്രമായി എടുത്താൽ കാലപുരുഷ ജാതകത്തിൽ 6-ാം ഭാവം എന്ന് പറയുന്നത് കന്നി രാശിയാണ്. അത് ശുക്രൻ്റെ നീചരാശിയാണ്. അതുകൊണ്ട് തന്നെ 6-ൽ ശുക്രൻ പോയി നിന്നാൽ ശൃംഗാരാദി വിഷയങ്ങളോടുള്ള താല്പര്യം കുറയും. ഒരു കുടുംബത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ ആധാരം അതാണ്. അതുമാത്രമല്ല, അത് ആധാരമാണ്. അത് പ്രത്യേകം ആ വാക്കിൻ്റെ വ്യത്യാസം ശ്രദ്ധിക്കുക. അതുകൊണ്ട് 24 മണിക്കൂറും ശൃംഗാരാദി വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ടല്ല പോകുന്നത്. പക്ഷേ അതില്ലാതെ മറ്റു പല കാര്യങ്ങളും ബലത്തോടു കൂടി നടക്കണമെന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം ശൃംഗാരാദി വിഷയങ്ങളുള്ള താല്പര്യം കുറയുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവുകയോ അതിൽ സൗന്ദര്യപിണക്കം ഉണ്ടാവുകയോ ചെയ്യാം 6-ൽ സഞ്ചരിക്കുമ്പോൾ. 7-ലും ശുക്രൻ അത്ര നല്ലതല്ല. ഇവിടെ ഇപ്പോൾ 6-ൽ ഉള്ള ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ജീവിത പങ്കാളിയുമായി പിണങ്ങുക, അല്ലെങ്കിൽ പ്രണയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുക, അതല്ലെങ്കിൽ സൗഹാർദ്ദങ്ങളിൽ പോകുന്ന ചില ബന്ധങ്ങളിൽ ചില അകൽച്ചകൾ ഉണ്ടാവുക, ഇതിനൊക്കെ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, വയറിന് അസുഖം, ഉദരത്തിന് പുളിച്ചു കിട്ടൽ പോലുള്ള അസുഖങ്ങൾ, രസങ്ങളിൽ ശുക്രന് പുളിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ പുളിച്ചു തികട്ടൽ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം 6-ൽ സഞ്ചരിക്കുമ്പോൾ. ജെനിറ്റൽ ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെയാണ് പ്രധാനമായി 6-ൽ. അത് അധമനായ ശനിയുടെ കൂടെ നിൽക്കുന്നതിനാൽ അധമ ബന്ധങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. 7-ാം ഭാവത്തിലെ രാഹുവും
വിവാഹ ജീവിതത്തിലെ ചില അസ്വാരസ്യങ്ങൾ ആണ് കാണിക്കുന്നത്. അപ്പോൾ 6-ലെ ശുക്രനെയും 7-ലെ രാഹുവിനെയും ബന്ധപ്പെടുത്തി വേണം ചിന്തിക്കാൻ കന്നിക്കൂറുകാർ. എന്നാൽ ബാക്കി ഈശ്വരാധീനമെല്ലാം ഇവർക്കുണ്ട്. ബാക്കി എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നത്തിലും ഈശ്വരാധീനം, അതായത് 6-ലെ ശുക്രൻ്റെ നിലയും 7-ലെ രാഹുവിൻ്റെ നിലയിലെയും ദോഷങ്ങളെ 9-ൽ നിൽക്കുന്ന ശുക്രൻ പരിഹരിക്കാം തീർച്ചയായിട്ടും. അതുകൊണ്ട് സമാധാനപ്പെടുക. എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ തന്നെ അതിന് പരിഹാരവും ഉണ്ടാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7 സന്ധ്യ വരെയും നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ വ്യാഴം, 3-ൽ സഞ്ചരിക്കുന്ന ബുധൻ, 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ, ശനി 5-ൽ ഭാഗ്യത്തെ തടയുകയോ സന്താനങ്ങൾക്ക് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം. എന്നാൽ 5-ലെ ശുക്രൻ ഗുണമാണ്. ശുക്രനും ശനിയും ഒരുമിച്ച് നിൽക്കുന്നതിനാൽ ഉണ്ടാകാവുന്ന ചില ദോഷവശങ്ങളെ ഉള്ളെങ്കിലും ശുക്രൻ ഇവിടെ ഈ രാശിയുടെ തന്നെ നാഥനാകയാൽ, തുലാക്കൂർ എന്ന് പറയുമ്പോൾ നാഥൻ ശുക്രനാണ്. ആ ശുക്രൻ 5-ൽ പോയി നിൽക്കുന്നതിനാൽ ഭാഗ്യം ഇവരെ അനുഗ്രഹിക്കും. പ്രത്യേകിച്ചും സ്ത്രീകൾ മുഖേന ഇവർക്ക് ഗുണമാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് ഗുണമാണ്. ഈ നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് ഇവരുടെ ഭാര്യമാരിൽ നിന്ന് ഗുണം കാണുന്നു. അല്ലെങ്കിൽ മറ്റു സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നോ മാതാവിൽ നിന്നോ സഹോദരിയിൽ നിന്നോ മകളിൽ നിന്നോ എന്തെങ്കിലും സുഖമോ മനസ്സന്തോഷമോ ഉണ്ടാകുന്നു. സാമ്പത്തിക ഗുണമുണ്ടാകുന്നു, മനസ്സുഖമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഭാഗ്യം ഇവരെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ 6-ൽ സഞ്ചരിക്കുന്ന രാഹുവും ഇവരുടെ കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ടുള്ള മോചനമോ മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റമോ ഒക്കെ ഉണ്ടാക്കുന്നു. ശത്രുവിന് മേലുള്ള ഇവരുടെ വിജയം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ തങ്ങൾക്ക് തലപൊക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചില ദുരഭിമാന പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടാകുന്നു. ത്വക്ക് രോഗത്തിന് മുക്തി ഉണ്ടാകുന്നു. എന്നാൽ ഉദര സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രത്യേകിച്ച് ജലരാശിയിൽ രാഹു നിൽക്കുന്നതിനാൽ. അതുപോലെ 12-ലെ കേതു ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും പ്രയോജനപ്രദമല്ലാത്ത കാര്യങ്ങൾക്ക് ചെലവ്, എന്നാൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ആഴ്ച. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് പരിഹാരമായി വിഷ്ണുസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, തീർത്ഥാടനം നടത്തുക ഗുണമാണ്. അതിന് സാധ്യത കാണുന്നുമുണ്ട്. വ്യാഴം 12-ലേക്ക് നോക്കുന്നുമുണ്ട്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5-ാം തീയതി ഉച്ച കഴിഞ്ഞ് 6, 7, 8, 9 ദിവസങ്ങൾ, 9-ാം തീയതി രാത്രി വരെ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുണ്ട്. എന്നാൽ 5-ാം ഭാവത്ത് കണ്ടകശനിയുണ്ട്. കൂടെ ശുക്രനും സഞ്ചരിക്കുന്നു. 2-ൽ ബുധനാണ്. 5-ാം ഭാവത്തിലെ രാഹു, 11-ലെ കേതു. അതുപോലെ തന്നെ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം. 7-ലെ വ്യാഴവും 5-ലെ ശുക്രൻ്റെ നിലയും 2-ലെ ബുധനും ഇവർക്ക് ഗുണമാണ്. പ്രത്യേകിച്ച് 11-ലെ കേതുവും വലിയ സാമ്പത്തിക സഹായം ചെയ്യുന്നു. വിചാരിച്ച കാര്യങ്ങളിൽ ഇവർക്ക് ഒരു പരിധിവരെ വിജയമുണ്ടാക്കുന്നതിന് 11-ലെ കേതു സഹായിക്കും. രാഹുവിൻ്റെ ദൃഷ്ടി കൂടി അവിടെ ഉള്ളതിനാൽ അത്തരം വിജയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബുദ്ധിശക്തി ഇവർക്കിപ്പോൾ ഉണ്ടാകുന്നു. ക്രാന്ത ബുദ്ധിശക്തി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇവർക്ക് ചില പിടിപ്പുകേടുകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് രാഹു 11-ലേക്ക് നോക്കുമ്പോൾ പല വിജയങ്ങളും നേടാൻ ഇവരെ സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനാണ്. അത് കുടുംബത്ത് പൊതുവെ സമാധാനവും സംതൃപ്തിയും കുടുംബത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നു. കുടുംബത്തിന് ആവശ്യമായ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി കൊടുക്കുന്നു. അത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. എന്നാൽ ശനി കൂടെ നിൽക്കുന്നത് കൊണ്ട് കണ്ടകത്വം, അതായത് 4-ാം ഭാവത്തിലെ കുടുംബത്തിലെ തന്നെ കണ്ടകശനിയുടെ ദോഷാവസ്ഥകളെക്കുറിച്ചും ചിന്തിക്കണം. മാതാവിന് ദോഷം, മൂല കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം. വീട്ടുമൃഗങ്ങൾക്ക്, ഏറ്റവും പെറ്റായി വളർത്തുന്ന ഓമനകൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും, ഒരുമിച്ചുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ, അതായത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളിലെല്ലാം തന്നെ 7-ൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നല്ലതാണ്. പക്ഷേ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 7-ഉം 12-ഉം ഭാവാധിപനായ ശുക്രൻ ശനിയുമായി ചേർന്ന്, അതായത് കണ്ടകശനിയോട് കൂടിയുള്ള ആ ഭാവത്തിൽ നിൽക്കുന്ന ശനിയുമായി ചേർന്ന് 4-ൽ നിൽക്കുന്നതിനാൽ മാതാവിനോ ഭാര്യയ്ക്കോ, അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരുടെ ഭാര്യയ്ക്കോ, അല്ലെങ്കിൽ സഹോദരിക്കോ, മകൾക്കോ, അല്ലെങ്കിൽ സ്ത്രീ സാന്നിധ്യങ്ങൾ, സ്ത്രീ സുഹൃത്തുക്കൾ, ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതയുണ്ടാകാം. പ്രായാധിക്യമുള്ള ഭാര്യയാണെങ്കിൽ അവർക്ക് ഗർഭാശയ സംബന്ധമായ പ്രശ്നമോ, അതല്ലെങ്കിൽ മാതാവിനാണെങ്കിൽ അതുമാതിരിയുള്ള അസുഖമോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്.
അത് 7ഉം 12ഉം ഭാവാധിപത്യം എന്ന് പറയുമ്പോൾ ആ ശുക്രൻ മോശപ്പെട്ട ശുക്രനാണ്. അങ്ങനെയുള്ള ശുക്രൻ ശനിയുമായി യോഗം ചെയ്ത് നിൽക്കുമ്പോൾ 4ാം ഭാവം കൂടി ആയതുകൊണ്ട് മാതാവിന് തുല്യരായ ആൾക്കാർക്കോ ആണ് ദോഷമുണ്ടാകാനുള്ള സാധ്യത. വളർത്തുമൃഗങ്ങൾക്കൊക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 7ലെ വ്യാഴം സകല ദോഷങ്ങളെയും പരിഹരിക്കും എന്നുള്ള ഒരു വിശ്വാസം വച്ചിട്ട് പല കാര്യങ്ങൾക്കും ഗുണമുണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പകുതി കഴിഞ്ഞിട്ടാണ് കൂടുതൽ നല്ലത്. ആദ്യത്തെ പകുതിയിൽ ഇവർക്ക് അത്ര നല്ലതല്ല, പ്രത്യേകിച്ചും മാതാവിന് നല്ലതല്ല, സന്താനങ്ങൾക്കും അത്ര നല്ലതല്ല. അത് കഴിഞ്ഞിട്ട്, അതായത് 2ാം പകുതിയിൽ, ആഴ്ചയുടെ 2ാം പകുതിയിൽ കൂടുതൽ ഗുണം കാണുന്നു. സാമ്പത്തികമായ ഗുണവും ഈ എന്തെങ്കിലും അസ്കിതകൾ ഉള്ളവർക്ക് അതിന് മാറ്റവും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്നു. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 7 സന്ധ്യയ്ക്ക് ശേഷം 8, 9, 10, 11 ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ച് 3ൽ സഞ്ചരിക്കുന്ന ശനിയുടെ ഗുണമാണ് ഏറ്റവും പ്രധാനം. ബാക്കി ഗ്രഹങ്ങൾ 2 ബുധൻ ജന്മത്തിലാണ്, അതുപോലെ തന്നെ 3ാം ഭാവത്തിലാണ് ശുക്രൻ 3ൽ അത്ര ദോഷവും അത്ര ഗുണവും ചെയ്യുന്നില്ല. 4ലെ രാഹു 10ലേക്ക് നോക്കുന്നു. 10ൽ കേതു നിൽക്കുന്നതിനാൽ കർമ്മസ്ഥലത്ത് ഇപ്പോഴും എന്തെങ്കിലും വിമർശനങ്ങളോ പ്രശ്നങ്ങളോ അനിഷ്ടങ്ങളോ സംഭവിക്കാം. അതുപോലെ അഷ്ടമത്തിലാണ് ചൊവ്വയുടെ സഞ്ചാരം. അഷ്ടമത്തിലെ ചൊവ്വയുടെ സഞ്ചാരം അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ, ഏതെങ്കിലും തടസ്സങ്ങളുള്ള സമ്പാദനങ്ങളിൽ, വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ, വഴക്കുകൾ, ഇതിനൊക്കെ ഈ 8ലെ ചൊവ്വ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കാണുന്നുണ്ട്. അനിഷ്ട സ്ഥാനത്താണ് വ്യാഴവും സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരാധീനവും കുറവാണ്. അപ്പോൾ ഒരു ദോഷം സംഭവിച്ചാൽ തന്നെ അതിന് ആധിക്യം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വമായി തന്നെ, ബോധപൂർവം തന്നെ തിന്മയുള്ള സ്വഭാവങ്ങളിൽ നിന്നും, വഴക്കുണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുക. ഈ ധനുക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർ, അതായത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാരായ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം. അവരുടെ 8ാം ഭാവം എന്ന് പറയുന്നത് അവരുടെ ദാമ്പത്യം തന്നെയാണ്. അതപ്പോൾ അവിടെ കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 7ാം ഭാവാധിപൻ ജന്മത്തിലും വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ആണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 3ലെ ശനിയാണ് കൂടുതൽ ഗുണം ചെയ്യുക. 4ാം ഭാവം കുടുംബത്തിലായാലും അസ്വാരസ്യമോ, കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ അന്തഛിദ്രങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ തങ്ങുന്നിടം ജോലിസ്ഥലത്തും അതുണ്ടാകാനുള്ള സാധ്യത. വാഹനം സൂക്ഷിച്ച് ഓടിക്കണം. വാഹനത്തിൽ നിന്ന് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്കും ഈ ഏറ്റവും പെറ്റായി വളർത്തുന്ന മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്കോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമോ ശാരീരികമായ അലർജി അസുഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സാമ്പത്തികമായിട്ട് ഇവർക്ക് ഈ ആഴ്ചയുടെ തുടക്ക ദിവസം വളരെ ഗുണകരമാണ്. ശേഷം ആഴ്ചയുടെ അവസാന 3 ദിവസങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ഗുണമാണ്. കടബാധ്യതയിൽ നിന്നും മോചനവും അപ്രതീക്ഷിതമായി ധനാഗമ മാർഗവും ഒക്കെ ഇവർക്ക് വരും. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് ധനം കിട്ടാം. ശത്രു പോലും ഇപ്പോൾ സഹായത്തിനെത്താം. അകന്നു നിന്നിരുന്നവർക്ക് സുഹൃത്തുക്കളായി വരാം. അകന്നു നിന്നിരുന്ന പല ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളതയോടെ തിരിച്ചു വരാം. ചില പ്രോജക്റ്റുകൾ പുതുതായി തുടങ്ങാം. മുടങ്ങിക്കിടന്നവ പുനരാരംഭിക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5ാം തീയതി ഉച്ചവരെയും നല്ലതാണ്. പിന്നെ 9 രാത്രി കഴിഞ്ഞ് 10ഉം 11ഉം ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഗുണവും 2ൽ സഞ്ചരിക്കുന്ന ശുക്രൻ്റെ ഗുണവുമാണ് പ്രധാനമായി പറയേണ്ടത്. 3ലെ രാഹുവും ഊർജ്ജസ്വലതയുടെയും ചുണയുടെയും ഔത്സുക്യത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ, ഊഷ്മളതയുടെയും വീര്യത്തിൻ്റെയും ഇടപെടാനുള്ള ആലസ്യമൊക്കെ വിട്ടകന്ന് മനസ്സ് ഊർജ്ജസ്വലമായി നിൽക്കുന്നതിൻ്റെയും കാര്യത്തിൽ വളരെ ശക്തമാണ്. വിശിഷ്ട ബുദ്ധി ഇവരെ ഇപ്പോൾ സഹായിക്കുമെന്ന് കാണുന്നു ഇവരുടെ കർമ്മരംഗത്ത്. അതുപോലെ തന്നെ ഇവർക്ക് 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം പല കാര്യങ്ങൾക്കും അനുഗ്രഹമായി വരുന്നു, ഭാഗ്യമായി വരുന്നു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. ഈശ്വരാധീനം ശക്തമായി നിൽക്കുന്നു എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം, മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരം തന്നെയാണ്. 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയാണ് ഇവർക്ക് ഇത്തിരിയെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ. പ്രത്യേകിച്ചും ബന്ധങ്ങളിലാണത് പ്രശ്നം. 7ാം ഭാവം ദാമ്പത്യമാണ്. അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെ 7 കൊണ്ട് ചിന്തിക്കണം. ഇവരുടെ പ്രവർത്തന സ്ഥലത്തായാലും ശരി, ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ ഇവരുടെ കൂടെ നിൽക്കുന്നവരോട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നമോ ഉണ്ടായിട്ട് അതൊരു കലഹത്തിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ വർദ്ധിക്കാം ഈ സമയത്ത്. കുടുംബത്തിലായാലും ശരി, ജോലി സ്ഥലത്തായാലും ശരി, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ 5ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് പല കാര്യങ്ങളിലും ഇവർക്ക് ദോഷവശങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഈശ്വരാധീനം അല്ലെങ്കിൽ ഭാഗ്യം അനുകൂലമായി നിലനിൽക്കും എന്നുള്ളത് വളരെ വലിയൊരു നന്മ തന്നെയാണ്.
മൂന്നിലെ രാഹുവും ഇവർക്ക് ഗുണത്തെ കൊടുക്കുന്നു. പക്ഷേ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, സഹോദര സ്ഥാനത്തുള്ളവർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5-ാം തീയതി ഉച്ചകഴിഞ്ഞ് 6-7 സന്ധ്യ വരെയും ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണം, വ്യാഴം സഞ്ചരിക്കുന്നത് 4-ലാണ്. 4-ലെ വ്യാഴൻ ഇവർക്ക് കുടുംബത്തിലും ഓഫീസ് പ്രവർത്തന രംഗത്തും ഔദ്യോഗിക രംഗത്തും പ്രവർത്തന രംഗത്തും ഒക്കെ തന്നെ വലിയ ഗുണങ്ങൾ സമ്മാനിക്കും. പ്രത്യേകിച്ച് ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൂടുതൽ മികവോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഇവർക്ക് വലിയ ദോഷം കാണുന്നില്ല. 6-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവരുടെ കടബാധ്യതയ്ക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തും. അതുപോലെ വായ്പ അനുവദിച്ച് കിട്ടും. ആരോടെങ്കിലുമൊക്കെ വായ്പകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പൊതുവെ ഗുണകരം തന്നെയാണ് ഇവർക്ക്. ശത്രു മിത്രമായി വരും. പ്രവർത്തനങ്ങളിലെ തടസ്സവും മുടക്കവുമൊക്കെ മാറിക്കിട്ടും. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസമുണ്ടാകും. ചില യാത്രകൾ വളരെ ഗുണം ചെയ്യും. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങളെ കൊണ്ട് ഇവർക്ക് വലിയ ഗുണമുണ്ടാകും. ഇപ്പോഴും ഇവരുടെ വാക്ക് സൂക്ഷിക്കണമെന്ന് തന്നെ പറയുന്നു. ഇവർ ഉദ്ദേശിക്കുന്ന അർത്ഥം മനസ്സിലാക്കാതെ അതിന് നേരെ വിപരീത അർത്ഥം എടുത്തുകൊണ്ടൊക്കെ ചില കലഹങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. കാരണം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കേതുവും 2-ൽ സഞ്ചരിക്കുന്ന രാഹുവും അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഖവും വളരെ ശ്രദ്ധിക്കണം. മുഖത്തിന് അണുബാധ, മുഖത്തെ അവയവങ്ങൾക്ക്, കണ്ണ്, മൂക്ക്, നാക്ക്, അതുപോലെ തന്നെ ചെവി, ഈ ഭാഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും അണുബാധയോ ത്വക്ക് സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടാകാം. അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ശ്രദ്ധിക്കണം. അന്യരുടെ വാക്കുകൾ, അയൽക്കാരുമായി ബന്ധപ്പെട്ട് കലഹം, ഇതിനൊക്കെ സാധ്യത കാണുന്നു. ജന്മത്തിൽ ശനി നിൽക്കുന്നതിനാൽ ഇതിനൊക്കെ മൂർച്ച കൂടുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. 4-ൽ നിൽക്കുന്ന വ്യാഴവും അതുപോലെ 11-ൽ നിൽക്കുന്ന ബുധനുമാണ് ഇവരെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അനുഗ്രഹമുണ്ടാവുക. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും എന്തായാലും ഉണ്ടാകും. അടുത്തത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5-ാം തീയതി ഉച്ചവരെ നല്ലതാണ്. തിരിച്ച് 7-ാം തീയതി സന്ധ്യയ്ക്ക് ശേഷം 8-9 രാത്രി വരെയും ഗുണമാണ്. അടുത്ത മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും 3-ൽ വ്യാഴവും അതുപോലെ ജന്മത്തിൽ രാഹുവും 7-ൽ കേതുവും 5-ൽ ചൊവ്വയും 10-ൽ ബുധനും 12-ൽ ശനിയും ശുക്രനും ഒരുമിച്ച് സഞ്ചരിക്കുന്നു. ഇത് സാമാന്യം ദോഷമുള്ള ഒരു രാശികളുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ നിലയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണം എന്ന് പറയാവുന്നത് 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ്റെ അവസ്ഥ മാത്രമാണ്. അതുകൊണ്ട് 5-ലെ ചൊവ്വയും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യക്കേടോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ നീരസമോ ഒക്കെ ഉണ്ടാകാം. സന്താനങ്ങൾക്കത്ര നല്ലതല്ല. മാത്രമല്ല വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തികമായിട്ട് വളരെ പിടിച്ചു പോകേണ്ടി വരും. ക്രമീകരണം ഇല്ലാത്ത സാമ്പത്തികാവസ്ഥ, ഏതെങ്കിലും തരത്തിൽ ആസൂത്രണമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ വലിയ കടബാധ്യതയിലെത്തിക്കാൻ സാധ്യതയുണ്ട്. ശനി ജന്മത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, അതും മറക്കാതിരിക്കുക. ശുക്രൻ 12-ൽ നിൽക്കുന്നതും പ്രവർത്തനങ്ങളിലൊക്കെ പരിഹാസ്യനാവും അല്ലെങ്കിൽ പരിഹാസ്യയാവും എന്നൊക്കെയാണ് പറയുന്നത്. ജന്മത്തിൽ സഞ്ചരിക്കുന്ന രാഹുകേതുക്കൾ അണുബാധ, സംശയാസ്പദമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരിക, ആളുകൾ നേരായ മാർഗത്തിലൂടെ തങ്ങളെ തിരിച്ചറിയാതിരിക്കുക, വ്യക്തി ജീവിതത്തിനൊരു മായാസങ്കല്പങ്ങൾ ഉണ്ടാവുക, വ്യക്തി ജീവിതത്തെ മറനീക്കി കാണാൻ ശ്രമിക്കുന്നില്ല പലരും, മറയോടുകൂടി കാണുന്നു എന്നൊരവസ്ഥയൊക്കെ വരാം. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കപ്പെടാം. പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തിലൊക്കെ അങ്ങേയറ്റം സുതാര്യത പുലർത്താൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. ബോധപൂർവം ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. കാലം തെളിയിക്കും തങ്ങളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പി നിന്നാൽ ചിലപ്പോൾ അത് തൽക്കാലമുള്ള പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചെന്നിരിക്കാം. അതുകൊണ്ട് തങ്ങളുടെ ഭാഗങ്ങൾ കൃത്യമായി സത്യസന്ധതയോടെ തുറന്നു കാട്ടിക്കൊണ്ടുള്ളൊരു ജീവിതം തന്നെ ഇപ്പോൾ പുലരുക എന്നുള്ളതാണ് പറയാനുള്ളത്. സാമ്പത്തികമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ലെ ബുധൻ തങ്ങൾക്കറിയാവുന്ന സിദ്ധികൾ കൊണ്ട്, കഴിവുകൾ കൊണ്ട് നന്നായി ജീവിക്കാൻ ഇവരെ പ്രയോജനപ്പെടുത്തും. അതുകൊണ്ട് തന്നെ സാമ്പത്തികം ഇവർക്ക് വലിയ ദോഷം വരില്ല. പ്രവർത്തന മണ്ഡലങ്ങളും വളരെ നന്നായി ഇരിക്കുകയും ചെയ്യുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം സന്താനങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. സ്വന്തം ഭാഗ്യക്കേട് കൂടുതലായിട്ടുള്ളത് കൊണ്ട് അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടിയും വിനയത്തോടുകൂടിയും മുന്നോട്ട് പോകാനും ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 6, 7, 9-ാം തീയതി രാത്രി കഴിഞ്ഞ് 10, 11 അനുകൂലമാണ്. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധി പാലിക്കുക. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കുക. ശനീശ്വരനെയും അതുപോലെ ധർമ്മശാസ്താവിനെയും അയ്യപ്പസ്വാമിയെയും ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്താൻ ശ്രമിക്കുക.
കറുത്ത വസ്ത്രം സമർപ്പിക്കുക. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷങ്ങൾക്ക് നൂറും പാലും കൊടുക്കുക, പക്കനാളിനോ അല്ലെങ്കിൽ ആയില്യം നാളിനോ. ഓം ഗം ഗണപതയെ നമ എന്ന ഗണപതിക്ക് പ്രത്യേകമായി കരകമാല അർപ്പിക്കുക, നാമം ജപിക്കുക. അതുപോലെ തന്നെ ഉണ്ണിയപ്പ നിവേദ്യമൊക്കെ കേതുദോഷ പരിഹാരത്തിന് നല്ലതാണ്. അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ ജപിച്ചാൽ വ്യാഴദോഷ പരിഹാരത്തിന് ഉത്തമ പരിഹാരമാവും. അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കുക, പാൽപ്പായസ നൈവേദ്യം, ഇതെല്ലാം വളരെ ഗുണകരമാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.